എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എങ്ങനെയാണ് എവിടെ വെച്ചാണെന്ന് കൂടെ ഒന്ന് കമന്റ് ഇടണേ. വേറൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവർ എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഡക്റ്റ് അയച്ചു തരാൻ, ജസ്റ്റ് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഞാൻ ആദ്യം നോ പറഞ്ഞെങ്കിൽ പോലും പിന്നെ അവർ വീണ്ടും മെയിൽ അയച്ചപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ കൂട്ടുകാർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓവർ ഹെഡ് ഏതെങ്കിലും ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ അയച്ചു തരാൻ പറഞ്ഞു. ചൈന എന്നാണ് സാധനം നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഈ സാധനം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതായത് നമുക്ക് മേടിക്കണമെങ്കിൽ Amazon.com നിന്ന് മേടിക്കണം. അങ്ങ് അമേരിക്കയെന്നോ അല്ലെങ്കിൽ ചൈനയെന്നൊക്കെ തന്നെ ഡയറക്റ്റ് ഇവിടെ വരേണ്ടി വരും. 4999 രൂപ അടുപ്പിച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞത് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ കാണും. ഓവർ ഹെഡ് വീഡിയോസ് ചെയ്യാമെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ മെഗാ ജൂൺ ബൊണാൻസ നടക്കുവാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് റേറ്റ് ഡീൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു സംഭവമാണ് ഈ ഓഫർ സമയങ്ങളിൽ. അണ്ടർ 99, അണ്ടർ 199, അണ്ടർ 499. എന്നാൽ നമ്മൾ 99 ഇപ്പോൾ 100 രൂപ നമ്മുടെ കയ്യിലുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊരു ആഗ്രഹം വെച്ചിട്ട് 99 രൂപയും കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഓക്കെ ഒരു ഫാഷൻ ജ്വല്ലറി ഞാൻ ഓപ്പൺ ചെയ്യണേ. അതിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു മാല 79 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാണുന്നത് 3 ക്വാണ്ടിറ്റി ഇതേപോലത്തെ 3 എടുത്താൽ മാത്രമേ നമുക്ക് 79 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഈ ഒരു അണ്ടർ 99 ഇട്ടേക്കുന്നത്? 79 3 എത്ര രൂപയായി? കൂടാതെ മറ്റൊരു കാറ്റഗറി, ഇപ്പോൾ വാലറ്റ്സിന്റെ ഒരു കാറ്റഗറി ഞാൻ എടുക്കുവാണെങ്കിൽ അവിടെ ഒരു പേഴ്സ് വേണം, 99 രൂപയുടെ 2 മിനിമം ക്വാണ്ടിറ്റി 2 എടുക്കണം. ഇനി മറ്റൊരു കാറ്റഗറി നമ്മളെ മൊബൈൽ കേബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ആംബ്രെയിന്റെ മൈക്രോ USB ഉണ്ട് കേട്ടോ. ആംബ്രെയിൻ നല്ലൊരു കമ്പനിയാണ്. എന്തായാലും 89 രൂപയുള്ളൂ. അത് ഞങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 കൂടാതെ ഡെലിവറി ചാർജും ഉണ്ട് 40 രൂപ. അപ്പോൾ പിന്നെ ഈ ഒരു 89 രൂപ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്താണ് കാര്യം? ഇതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റുകളും അണ്ടർ 99 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് മേടിക്കണം. പിന്നെ എന്തിനാണ് അവർ ഇതുപോലൊരു 99 ഇട്ടേക്കുന്നത്? ഇതാണ് ആകെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. എന്നാൽ 199 ആയിക്കോട്ടെ, അല്ല 499 ആയിക്കോട്ടെ, അതൊക്കെ പക്ഷേ ഫ്രീ ഡെലിവറിയും അതുപോലെ തന്നെ നമുക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാനും പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു 99 അവർ എന്തിനാണ് കൊണ്ടുവന്നത്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ആയിട്ടാണ്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.